ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺബോക്സിങ് ബൈ ഷെറിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാക്കേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ഏതിൻ്റെ പ്രോഡക്റ്റാണ്. ഇത് ആമസോണിൽ നിന്ന് വന്നൊരു പ്രോഡക്റ്റാണ്. ഇത് ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റാണ്. ഇതും ഒരു സ്പെഷ്യലാണ്. അടുത്ത് വരാൻ പോകുന്ന ഒരു വീഡിയോ ഉണ്ട്, അതും എല്ലാ പ്രോഡക്റ്റും ഇച്ചിരി സ്പെഷ്യലാണ് എനിക്ക്. അപ്പം ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ലാഗില്ല, നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ നൈഫ്. നമ്മുടെ ചാനൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 6:30ക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അല്ലാത്തവരാണെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം 6:30 ആകുമ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇതൊരു കസ്റ്റമൈസ് ചെയ്ത പ്രോഡക്റ്റാണ്. നമുക്ക് ആമസോണിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് സാധനം വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സൈറ്റിൽ കിടക്കുന്ന ഫോട്ടോസും അതുപോലെ തന്നെ എൻ്റെ കൈ കിട്ടി കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഫോട്ടോസും ഞാൻ വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർ അതുകൂടെ കണ്ടിട്ട് വാങ്ങാവും. നമുക്ക് ഓപ്പൺ ആക്കാം. ഇത് ആമസോണിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. നമുക്കത് മാറ്റി വെക്കാം. കസ്റ്റമൈസ് ചെയ്ത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് അറിയില്ലായിരുന്നു എങ്ങനെ വരുമ്പം എങ്ങനെ ഉണ്ടെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ബാക്കിൻ്റെ അത് ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് ഓപ്പൺ ആക്കാം. ഇത് ഒരുമിച്ചുള്ളതാണ്. ഇതാണ് ഒന്ന്. ഇതൊരു കീ ചെയിനാണ്. ചേട്ടൻ്റെയും വൈഫിൻ്റെയും പേരാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ലെതർ കീ ചെയിനാണിത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കീ ചെയിനാണ്. ഇവിടെ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ ആണെങ്കിലും ഒരു ഗോൾഡ് യെല്ലോ കളറിലാണ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മെറ്റീരിയലാണ്. നല്ല സ്ട്രോങ് ആണ് പിടിച്ചു നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ പേര് ഞാൻ വിചാരിച്ചിരുന്നത് പഞ്ച് ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇത് പ്രിൻ്റ് ചെയ്തേക്കുന്ന പോലത്തെയാണ് ഇതിനകത്ത് പേര് വന്നേക്കുന്നത്. ഇപ്പോൾ ഇത് ഒരു ലെതറിൻ്റെ ഒരു പീസിൽ ഗോൾഡൻ കളർ വെച്ചിട്ട് ചെയ്തേക്കുന്നതേ ഉള്ളൂ. ഇതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇത് പറയാൻ. ഇതാണ് നമ്മുടെ മെയിൻ സാധനം. നമുക്കിത് ഓപ്പൺ ആക്കാം. ഇത് കാണുമ്പോഴേ മനസ്സിലായി ഒരു വാലറ്റാണ്. ഇതും സ്പെഷ്യലാണ്, കാരണം ഇവിടെ ഉള്ള ഫോട്ടോ ഉൾപ്പെടെയാണ് ഞാൻ പ്രിൻ്റ് ചെയ്തത്. ഫോട്ടോ ഉണ്ട്, ചേട്ടൻ്റെ വൈഫിൻ്റെയും പേര് എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ പേഴ്സ് തന്നെയാണ്. സ്റ്റിച്ചിങ് ആണെങ്കിലും അതിൻ്റെ ഒന്നും പുറത്തോട്ടൊന്നും നിൽപ്പൊന്നുമില്ല. നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാം. കോയിൻസൊക്കെ ഇടാനുണ്ട്. ഇവിടെയും ഓരോരുണ്ട്. 1 2 3 4 5 6 7 കമ്പാർട്ട്മെൻറ്റ് പോലെ ഉണ്ട്. നമുക്ക് 7 ഉപയോഗിക്കാം. അകത്താണ് ഫുൾ ബ്ലാക്ക്. ഇതിന് മുമ്പത്തെ പോലെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോ സ്റ്റിച്ചിങ് ആണ് വന്നേക്കുന്നത്. സൈഡൊക്കെ ആണെങ്കിലും എഡ്ജൊക്കെ ആണെങ്കിലും നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒന്നും പുറത്തോട്ടൊന്നും തെള്ളിയൊന്നും ഇരിപ്പില്ല. സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല രീതിയിലുള്ള സ്റ്റിച്ചിങ്ങിനാണ്, കുറ്റമൊന്നും പറയാനില്ല. ഇതും ഇവിടെയും ഞാൻ വിചാരിച്ചത് ഇത് പഞ്ച് ചെയ്തിട്ട് ഉള്ളതായിരിക്കും എന്നാണ്. പഞ്ച് ചെയ്തിട്ടുള്ളതല്ല, ജസ്റ്റ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഇതും പഞ്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ, പഞ്ചൊന്നും ചെയ്തിട്ടില്ല. ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഞാൻ വിചാരിച്ച് ഇത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു, പക്ഷെ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെതർ തന്നെയാണെന്നാണ്. എനിക്ക് കൂടുതലായിട്ട് ലെതറിനെ പറ്റി അറിയില്ല, എന്നാൽ അത്യാവശ്യം ഞാൻ ഇൻ ഹാൻഡ് ഫീൽ ആണെങ്കിലും നല്ല സോഫ്റ്റാണ്, നല്ല ലെതറാണ്. സൈസ് കുഞ്ഞതാണ്, മീൻസ് പ്രത്യേകിച്ച് നോക്കുമ്പോഴും കുഞ്ഞ് സൈസാണ് വാലറ്റിന് വരുന്നത്. നമ്മുടെ ഒരു വീഡിയോ വരുന്നതും ഇതുകൂട്ട് തന്നെ ഒരു സ്പെഷ്യൽ സാധനമാണ്. വെഡിങ് ആനിവേഴ്സറി വരുന്നതിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ച് പറഞ്ഞാൽ അങ്ങനെ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണിത്. ഇവിടെ ആണെങ്കിലും ഇതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് നല്ല 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 കട്ടിയുള്ള ടൈപ്പ് പ്ലാസ്റ്റിക്കാണിത്. ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ഇവിടെ ഒരു മെറ്റൽ പീസ് വന്നിട്ട് ഔത്തി പഞ്ച് ചെയ്തിട്ടായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് പഞ്ച് ചെയ്തില്ല, ജസ്റ്റ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഡ്രോബാക്ക് പറയാനായിട്ട്. നമ്മൾ കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ വരത്തുള്ളൂ. എൻ്റെ അത് പ്രിൻ്റ് നമുക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ. കളർ ഫോട്ടോ അപ്ലോഡ് ചെയ്താലും അങ്ങനെയൊക്കെ ഉണ്ട്. കളർ ഫോട്ടോ ആയിട്ടൊന്നും വരില്ല. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്താൽ കളർ പ്രിൻ്റ് വന്നു കഴിഞ്ഞാൽ വൃത്തികേടല്ലേ. അപ്പം ആ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. ഇനി നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ഓർഡർ ചെയ്തിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം ഇതായിരുന്നു ഇന്നത്തെ പ്രോഡക്റ്റ്. മറ്റൊരു വീഡിയോയുടെ അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.